നമ്മളൊരു അല്പസമയം ലിഫ്റ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിക്കിടന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മൾ പാനിക്കാവും, നമ്മൾ ഫോണൊക്കെ വിളിച്ച് നമ്മൾ സഹായം ആവശ്യപ്പെടും, ഇതൊക്കെ ചെയ്യും അല്ലേ? എന്നാൽ 9 മാസങ്ങളായിട്ട് ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലാണ് നമ്മുടെ ആസ്ട്രോനോട്ട് ആയിട്ടുള്ള സുനിത വില്യംസ് ഉള്ളത്. ഓക്കെ, 9 മാസങ്ങളായിട്ട് 9 മാസങ്ങൾ ഒരു സ്പേസിൽ ചിലവഴിക്കുക എന്നുള്ളത് ഒരിക്കലും ഒരു ചില്ലറ കാര്യമല്ല. ഇപ്പോൾ അവർ തിരിച്ച് ഭൂമിയിലോട്ടുള്ള യാത്രയിലാണ്. അവർ വളരെ സേഫായിട്ട് തന്നെ ഇവിടെ എത്തുമെന്ന് നമുക്ക് ആശംസിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പോൾ പക്ഷേ ഭൂമിയിലോട്ടുള്ള യാത്രയിലും ഭൂമിയിൽ തിരിച്ചെത്തിയാൽ അവർക്ക് ലൈഫ് അത്രത്തോളം സുഖകരമാകുമോ എന്നുള്ള വളരെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് ആ ചോദ്യം ചോദിക്കാനുള്ള റീസൺ എന്നുള്ളത്? ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ജീവിക്കുക എന്നുള്ളത് നമ്മുടെ ഭൂമിയിൽ ഏതെങ്കിലും ഒരു ഫ്ലാറ്റിലോ അപ്പാർട്ട്മെൻറ്റിലോ ജീവിക്കുന്ന പോലെയല്ല. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ മൈക്രോ ഗ്രാവിറ്റിയാണുള്ളത്. അതായത് ഓൾമോസ്റ്റ് നിൽ ഗ്രാവിറ്റിയിലാണ് അവർ ജീവിക്കുന്നത്. അവർ നമ്മളിങ്ങനെ നടക്കുന്നത് പോലെ നടക്കുകയല്ല ചെയ്യുക, ഒഴുകി നടക്കുകയാണ് ചെയ്യുക. നമുക്കറിയാം, ഗ്രാവിറ്റിയാണ് നമ്മെ ഭൂമിയോട് ബന്ധിപ്പിച്ച് നിൽക്കുന്നത്. ഗ്രാവിറ്റിയാണ് നമ്മെ എന്ത് ചെയ്യുന്നത്? ഒരു ആപ്പിൾ വീഴുമ്പോൾ താഴോട്ട് വീഴാനുള്ള റീസൺ ഗ്രാവിറ്റിയാണെന്നുള്ള നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. നമ്മൾ ഭൂമിയിലൂടെ നടക്കാനുള്ള റീസൺ പോലും ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എർത്ത് നമ്മുടെ മേലെ എക്സേർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ ഈ ഗ്രാവിറ്റി ഇല്ലാത്ത സ്ഥലത്ത് ജീവിച്ചാൽ സ്വാഭാവികമായിട്ടും എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് അവരുടെ ബോൺ ഡെൻസിറ്റി ലോസ് ആണ്. മൈക്രോ ഗ്രാവിറ്റിയിൽ നമ്മുടെ ബോണിന് ഓരോ മാസവും അവരൊരു 1 to 1.5% ബോൺ മാസ് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ എക്സസൈസസ് ഒക്കെ സുനിത വില്യംസ് ഒക്കെ സ്പേസിൽ നടത്താറുണ്ട് എന്നാണ് മനസ്സിലാക്കിയത്. പക്ഷേ അവർ ഭൂമിയിലോട്ട് തിരിച്ചെത്തുമ്പോൾ അവർ ചെറിയ ഈ ബോൺ മാസ് ഡെൻസിറ്റി അവർക്ക് കുറയുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഫ്രാക്ചേഴ്സിനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും. അതേപോലെ തന്നെ സ്പേസിൽ മസിൽ യൂസേജ് കുറവാണ്. നമ്മൾ നടക്കുന്ന പോലെ അവർ നടക്കുന്നില്ല അല്ലേ? അപ്പം നമ്മൾ അതിനുവേണ്ടി അവർ ട്രെഡ്മില്ലൊക്കെ അവർ അതിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മൾ നടക്കുന്ന പോലെ നമ്മുടെ മസിൽസ് എടുക്കുന്ന എഫേർട്ട് പോലെയുള്ള എഫേർട്ട് അവർ എടുക്കുന്നില്ല. ഈ എഫേർട്ട് എടുക്കാത്തത് കൊണ്ട് തന്നെ മസിൽ അട്രോഫി എന്നുള്ളൊരു കണ്ടീഷനിലോട്ട് അവർ പോകാനുള്ള സാധ്യത ഉണ്ട്. അവരുടെ മസിൽ മാസ് ഒരു 5 to 10 ഡേയ്സിൽ തന്നെ 20% മസിൽ മാസ് അവർക്ക് ലോസ് ആവാനുള്ള സാധ്യതയാണുള്ളത്. 5 to 10 ഡേയ്സിൽ. ഈ 5 to 10 ഡേയ്സ് അല്ല, അതിൻ്റെ ഒരു എത്ര പറയുക, ഒരു 27 ടൈംസ് 9 months അവരവിടെ നിന്നിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് സങ്കല്പിച്ച് നോക്കുക. അപ്പോൾ അവരുടെ മസിൽ വീക്കനിങ്ങും ഷ്രിങ്കേജിനും ഒക്കെ നല്ല ചാൻസസ് കാണുന്നുണ്ട്. മൂന്നാമത്തത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ഒരു ഫ്ലൂയിഡ് റീഡിസ്ട്രിബ്യൂഷനാണ്. നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫ്ലൂയിഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ബ്രെയിനിൽ ഉള്ള ഫ്ലൂയിഡ്സ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ബ്ലഡിനെടുക്കാം. ഈ ഫ്ലൂയിഡ്സ് ഒക്കെ ഈ ഒരു ഗ്രാവിറ്റിയിൽ എപ്പോഴും നമ്മുടെ താഴോട്ടുള്ളൊരു പുള്ള എപ്പോഴും ഈ ഫ്ലൂയിഡ്സിനൊക്കെ വളരെ കൂടുതലാണ്. എന്നാൽ നമ്മൾ സീറോ ഗ്രാവിറ്റിയിൽ പോകുമ്പോൾ ഈ ഫ്ലൂയിഡ്സ് ഷിഫ്റ്റ് ടുവേർഡ്സ് ഹെഡാണ്. കാരണം അവർക്ക് താഴോട്ടുള്ളൊരു വലിവില്ല. അതുകൊണ്ട് തന്നെ ഈവൻലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിട്ടായിരിക്കും എന്തുണ്ടാവുക, അവരുടെ ഫ്ലൂയിഡ്സ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഫേഷ്യൽ പഫിനെസ്സും നേസൽ കഞ്ചൻഷനും ഒക്കെ, കാരണം ഹെഡിലോട്ട് ഫ്ലൂയിഡ്സ് കൂടുതൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതുകൊണ്ട് ഇത്തരം കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇൻട്രാക്രാനിയൽ പ്രഷർ, അവരുടെ ക്രാനിയത്തിൻ്റെ ഉള്ളിൽ ബ്രെയിനിൻ്റെ ഉള്ളിലുള്ള പ്രഷർ, തലയോട്ടിയുടെ ഉള്ളിലുള്ള പ്രഷർ കൂടാനും അത് അവരുടെ വിഷനെ അഫക്റ്റ് ചെയ്യാൻ ഒരു കണ്ടീഷൻ ഉണ്ട്, സ്പേസ് ഫ്ലൈറ്റ് അസോസിയേറ്റഡ് ന്യൂറോ ഒക്കുലാർ സിൻഡ്രോം, സാൻസ് എന്നാണ് അതിൻ്റെ പേര്. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഇൻട്രാക്രാനിയൽ പ്രഷർ ഇൻക്രീസ് ചെയ്യും. കാരണം തലച്ചോറിലുള്ള ഫ്ലൂയിഡ് പ്രഷർ കൂടുന്നതുകൊണ്ട് തന്നെ ഈ കാരണം കൊണ്ട് അത് അവരുടെ വിഷനെ അത് അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേപോലെ തന്നെ കാർഡിയോവാസ്കുലർ ഡീകണ്ടീഷനിങ്, നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും താഴോട്ടുള്ള ഫ്ലോ നമ്മുടെ എർത്തിൽ നിൽക്കുമ്പോൾ കൂടുതലാണ് അല്ലേ? കാരണം ഗ്രാവിറ്റി ഉണ്ടായതുകൊണ്ട് ബ്ലഡ് താഴോട്ടുള്ള ബ്ലഡ് വെസൽസ് ഒക്കെ നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യാതെ തന്നെ പലതും എന്ത് ചെയ്യും, അത് താഴോട്ട് എന്ത് ചെയ്യും, വലിക്കും. പക്ഷേ ഈ ഹാർട്ട് മസിലിനും അട്രോഫി വന്നിട്ട് റെഡ്യൂസ്ഡ് വർക്ക് ലോഡാണ്. കാരണം ഇത് കൂടുതൽ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും, ലീഡിങ് ടു ഡിക്രീസ്ഡ് സ്ട്രോക്ക് വോളിയം, ബ്ലഡിൻ്റെ സ്ട്രോക്ക് വോളിയം കുറയും. അതേപോലെ തന്നെ അത് കാരണം അവർക്ക് സ്വാഭാവികമായിട്ടും ഒരു ഹാർട്ട് ഇവിടെ വന്നിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു സമയമെടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതോടൊപ്പം സെൻസറി ബാലൻസ് ഡിസോർഡേഴ്സ് ഉണ്ടാവാം. ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ആൾട്ടറേഷൻസ് ഉണ്ട്. കാരണം ഇമ്മ്യൂൺ സിസ്റ്റം വീക്കായിരിക്കും. കാരണം അവിടെ മൈക്രോ ഓർഗാനിസംസോ മറ്റു കാര്യങ്ങളൊന്നുമില്ല, വൈറസും ബാക്ടീരിയ ഒന്നുമില്ല. ഞാനിതിപ്പോൾ ചെയ്യുമ്പോൾ പോലും ഒരു കൈൻഡ് ഓഫ് ഒരു ഇൻഫെക്ഷനിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ചേഞ്ച് ഇൻ ഒരു ഇമ്മ്യൂണിറ്റിയുടെ ഫംഗ്ഷനിങ് തന്നെ ചേഞ്ച്ഡ് ആണ്. അപ്പോൾ അവർ ഭൂമിയിലോട്ട് വരുമ്പോൾ അതിനുള്ള പ്രശ്നങ്ങൾ അവർക്ക് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. റേഡിയേഷൻ എക്സ്പോഷർ അവർക്ക് കൂടുതലാണ്. കാരണം എർത്തിന് ഒരു പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയർ ഉണ്ട്. ഈ പ്രൊട്ടക്റ്റീവ് അറ്റ്മോസ്ഫിയറിന് പകരം അവർക്ക് ഒരു അറ്റ്മോസ്ഫിയറോ മറ്റു കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് കോസ്മിക് റേഡിയേഷൻസിന്, ഹയർ ലെവൽസ് ഓഫ് കോസ്മിക് റേഡിയേഷൻസിന് അവർ എക്സ്പോസ്ഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇൻക്രീസ്ഡ് റിസ്ക് ഓഫ് ക്യാൻസർ ആൻഡ് അതർ റേഡിയേഷൻ ഇൻഡ്യൂസ്ഡ് കണ്ടീഷൻസ് ഉണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും നമ്മളൊരു അടച്ചിട്ട റൂമിലോ അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു 4 മാസം നിന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എന്തൊരു
പ്രയാസം, ഒരു സൈക്കോളജിക്കൽ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോയിട്ടുണ്ടാകും. കോവിഡ് സമയത്തുള്ള നമ്മുടെ ഒരു 14 ദിവസത്തെ ക്വാറന്റൈൻ തന്നെ ഒരുപാട് ആളുകളെ ഒരു മെൻ്റൽ ഡിപ്രഷനിലോട്ടും മറ്റൊക്കെ കൊണ്ടെത്തിച്ച് നമുക്കറിയാം. അപ്പോൾ ഇത്തരം ഒരു ഫേസിൽ ഒരു ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ ചുറ്റും ആരുമില്ലാതെ പതിനായിരക്കണക്കിന് കിലോമീറ്റർ ആരുമില്ലാതെ താമസിക്കുന്ന ഒരു സാഹചര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയ്ക്കെതിരെ അവർ ഒരുപാട് ഡെയിലി റൂട്ടീൻസ്, എക്സസൈസ് റൂട്ടീൻസും അതേപോലെ തന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂട്രീഷണൽ പ്ലാൻസ് ഒക്കെ പിന്തുടർന്നിട്ടുണ്ടാവും. എന്നാലും ഈ ഒരു കാര്യം അവർക്ക് എളുപ്പമായിരിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ചോദ്യം, എന്തിനത്ര കഷ്ടപ്പെട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊക്കെ പോകുന്നത്, അല്ലേ? ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ പോയിട്ട് എന്താണ് കാര്യം, ഇത്രയധികം റിസ്ക് എടുത്തിട്ട് എന്തിനാണ് പോകുന്നത്? നമ്മുടെ ലോകത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് സയൻറ്റിഫിക് റിസർച്ചാണ്. ഈ സയൻറ്റിഫിക് റിസർച്ചിൽ വലിയ പങ്ക് തന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, വഹിക്കുന്നുണ്ട്. കാരണം ഒരു യുണീക്ക് മൈക്രോ ഗ്രാവിറ്റി ലബോറട്ടറിയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ത് ചെയ്യുന്നത്, പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ബയോളജിയിലും ഫിസിക്സിലും ആസ്ട്രോണമിയിലും മെറ്റീരിയോളജിയിലൊക്കെയുള്ള ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ആക്ച്വലി നടക്കേണ്ടത് ഇത്തരത്തിലുള്ള ഗ്രാവിറ്റി കുറഞ്ഞ സ്ഥലങ്ങളിലാണ്. ആ മൈക്രോ ഗ്രാവിറ്റി എൻവയോൺമെൻറ്റ് അവരെ എർത്തിൽ പോസിബിൾ അല്ലാത്ത പല സ്റ്റഡീസും നടത്താൻ അവരെ സഹായിക്കുകയും നമ്മുടെ മെഡിസിൻ അടക്കമുള്ള മെഡിസിൻ, അതേപോലെ തന്നെ മെറ്റീരിയൽ സയൻസസിലും അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്സിനെ കുറിച്ചുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ നമ്മെ ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ ഒരു സയൻറ്റിഫിക് റിസർച്ചാണ്. അതേപോലെ തന്നെ ഒരു ടെക്നോളജി ടെസ്റ്റിംഗ്, നമ്മുടെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം, പിന്നെ അതേപോലെ തന്നെ റേഡിയേഷൻ ഷീൽഡിങ്, ഇനി സ്പേസിൽ നമ്മൾ ഭാവിയിൽ ജീവിക്കുകയാണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു സസ്റ്റൈനബിലിറ്റി എങ്ങനെ നമുക്ക് മെഷർ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളുള്ള ടെക്നോളജി ടെസ്റ്റിംഗ് ഒക്കെ ആക്ച്വലി ഈ ഒരു അവസ്ഥയിലാണ് നടക്കുക. അതേപോലെ തന്നെ ആക്ച്വലി ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, നമ്മുടെ ഭൂമിയിൽ എന്തെങ്കിലുമൊക്കെ ഒരു ലാർജ് സ്കെയിൽ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിൽ, എവിടെയൊക്കെ റിലീഫ് എത്തിക്കണം എന്ന് നിർണ്ണയിക്കുന്നതിലൊക്കെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വലിയ പങ്ക് വഹിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് റിസർച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ പല ഡ്രഗ് ഡെവലപ്മെൻറ്റ്, അതേപോലെ തന്നെ പ്രോട്ടീൻ ക്രിസ്റ്റൽ ഗ്രോത്ത്, ഇതുമായി ബന്ധപ്പെട്ട് ക്യാൻസർ പോലത്തെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ മെഡിസിനൽ അഡ്വാൻസ്മെൻറ്റിനുള്ള ഒരു പരീക്ഷണശാലയായിട്ട് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന മൈക്രോ ഗ്രാവിറ്റി ലബോറട്ടറി എന്ത് ചെയ്യുന്നുണ്ട്, മാറുന്നുണ്ട്. സ്റ്റെം സെൽ റിസർച്ചിലെ സ്പേസിലാണ് സ്റ്റെം സെൽസ് കുറച്ചും കൂടി ഫാസ്റ്ററായിട്ട് ഗ്രോ ചെയ്യുക. അപ്പോൾ പല മെഡിക്കൽ കണ്ടീഷൻസിനും ഈ സ്റ്റെം സെൽ റിസർച്ച് ബൈൻഡഡ് ആണ് നമുക്ക് കാണാൻ സാധിക്കും, സ്ട്രോക്കും ഹാർട്ട് ഡിസീസിനൊക്കെ. അപ്പോൾ അത്തരം ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും അവിടെ വേണം എന്നുള്ളത് ഇന്നത്തെ നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് സുനിത വില്യംസ് അടക്കമുള്ള ആളുകൾ ഈ വലിയ റിസ്ക് എടുക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക, നമ്മളത് അപ്രീഷിയേറ്റ് ചെയ്യുക. ഒരു വിനോദസഞ്ചാരം പോലെ, ഒരു ടൂർ പോകുന്ന പോലെ അല്ല അവർ പോകുന്നത്. നേരെ മറിച്ച് അവരുടെ ലൈഫ് റിസ്ക് ചെയ്തുകൊണ്ട് അവർ പോകുന്നത് നമ്മുടെ നല്ല നാളേക്ക് വേണ്ടിയാണ് എന്നുള്ളത് കൂടി നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തായാലും ഒരിക്കൽ കൂടി വളരെ സേഫായിട്ട് തന്നെ സുനിത വില്യംസും അതേപോലെ തന്നെ വിൽ ബുച്ച്മോറും നമ്മുടെ ഭൂമിയിലോട്ട് തിരിച്ചെടുത്തട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.